HDFCയുടെ ATMൽ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യാം, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാമെന്ന് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. HDFCക്ക് ATMും ഉണ്ട്, CDM അഥവാ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനും ഉണ്ട്. പക്ഷേ നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് മെഷീനുകളുടെയും ആ സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകളിൽ മാറ്റമുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് HDFC ATM ആണോ CDM ആണോ അല്ല ഈ രണ്ട് മെഷീനുകളും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ രണ്ട് മെഷീനുകളിലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കും. കാരണം ഞാൻ ഈ വീഡിയോയിൽ HDFCയുടെ ATMൽ എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് ആദ്യം കാണിക്കുന്നുണ്ട്. അതിനുശേഷം HDFCയുടെ തന്നെ CDMൽ എങ്ങനെ ക്യാഷ് എടുക്കാമെന്നും ഞാൻ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ATMനെ സംബന്ധിച്ച വളരെ യൂസ്ഫുള്ളായ ചില കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ ഈ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഈ ഒരു ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാം. അതുവഴി ഈ വീഡിയോ അവർക്കും പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. HDFCയുടെ ATMലും CDMലും നടത്താനാവുന്ന എല്ലാ ട്രാൻസാക്ഷനുകളെ സംബന്ധിച്ച വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതുപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിലും അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇവയിൽ പ്രസ് ചെയ്തുകൊണ്ട് വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിലും ഓക്കെ, ക്യാഷ് വിഡ്രോവൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാനായി നമുക്ക് നേരെ HDFCയുടെ ATMലേക്ക് പോകാം. ഇതാണ് HDFCയുടെ ATM. അപ്പോൾ ഇതിൻ്റെ സ്ക്രീന് ടച്ച് സ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകളിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്കത് സെലക്ട് ചെയ്ത് അടുത്ത സ്ക്രീനിലേക്ക് പോകാവുന്നതാണ്. പക്ഷേ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് ഇതിന് ബട്ടണുകളില്ല. ബട്ടണുകൾ ഉണ്ടായിരുന്നെങ്കിൽ സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകളെ ആ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ HDFCയുടെ CDMന്റെ സ്ക്രീനിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ട് ബട്ടണുകളുണ്ട്. അപ്പോൾ അതിലെങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് ഞാൻ അടുത്തതായിട്ട് കാണിക്കാം. ആദ്യം നമുക്ക് ഈ ATMൽ എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മുടെ ATM കാർഡ് ഇതാ ഈ രീതിയിൽ പിടിച്ചുകൊണ്ട്, അതായത് അതിൻ്റെ ആ ചിപ്പ് ഭാഗം ഇങ്ങനെ ഫ്രണ്ട് ഭാഗത്തിൽ വരത്തക്കവണ്ണം പിടിച്ചുകൊണ്ട് മെഷീനിൻ്റെ ഈ ഭാഗത്ത് ഒരു പച്ച കളറിൽ ലൈറ്റ് കത്തുന്നുണ്ടല്ലോ, അതിലൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അതിലൂടെ ഇതുപോലെ ഇൻസർട്ട് ചെയ്യുക. എന്നിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ നീക്കിയതിന് ശേഷം പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ കാർഡ് മെഷീനിൽ ലോക്ക് ആയിട്ടുണ്ട്. ഇനി ഈ ട്രാൻസാക്ഷൻ പൂർത്തിയാകുമ്പോൾ സ്ക്രീനിൽ തന്നെ കാർഡ് പുറത്തേക്ക് എടുക്കാനുള്ള നിർദ്ദേശം വരും. അപ്പോൾ മാത്രമേ നമ്മുടെ ATM കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാവൂ. അങ്ങനെ കാർഡ് ഇൻസർട്ട് ചെയ്തതും തന്നെ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് ഇപ്പൊ സ്ക്രീനിൽ വന്നിരിക്കുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ ഈ സ്ക്രീൻ വരുന്നതിന് പകരം മറ്റൊരു സ്ക്രീനാണ് ഇവിടെ ഓപ്പൺ ആവുക. അങ്ങനെ അത് ഓപ്പൺ ആവുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് കാണിച്ചേക്കാം. ഇവിടെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, മറ്റു ഭാഷകളൊക്കെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് ഓപ്ഷനിലൂടെ എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇനി മലയാളം ഓപ്ഷനിലൂടെ എങ്ങനെ ക്യാഷ് എടുക്കാമെന്നൊരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ വരുന്ന തമ്പനയിലിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതിന്റെ ലിങ്ക് ഉണ്ട്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാനായിട്ട് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ഇംഗ്ലീഷ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ പ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇംഗ്ലീഷ് സെലക്ട് ചെയ്തതും അടുത്തതായി സ്ക്രീനിൽ 7 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ സ്ക്രീനിന്റെ ഇടതുവശത്ത് നടുവിലായിട്ട് ഇവിടെ വിഡ്രോ ക്യാഷ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിന്റെ വലതുവശത്ത് താഴെയായിട്ട് ഇവിടെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഇനി സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് തുടങ്ങിയ 2 ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ബാങ്കിൽ സാധാരണയായിട്ട് തുടങ്ങുന്ന അക്കൗണ്ടിന്റെ പേര് സേവിങ്സ് അക്കൗണ്ട് ആണ്. അപ്പൊ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ ചിലരൊക്കെ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് കറണ്ട് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടാവും. ആ തുടങ്ങിയവർക്ക് അവരുടെ അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് ആണെന്ന് അറിയാം. അവർ മാത്രം ആ കറണ്ട് അക്കൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്ലാതെ സാധാരണ അക്കൗണ്ട് തുടങ്ങിയവരൊക്കെ സ്ക്രീനിന്റെ വലതുവശത്ത് ഇവിടെ സേവിങ്സ് അക്കൗണ്ട് എന്ന് കാണുന്നില്ലേ, അതിലിങ്ങനെ പ്രസ് ചെയ്യുക. ഇപ്പൊ സ്ക്രീനിൽ നമുക്ക് എത്ര ക്യാഷ് ആണോ വേണ്ടത് അത് മെഷീനിന്റെ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. ഈ ATMൽ ഒരു തവണ ATM കാർഡ് ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20,000 രൂപ വരെ നമുക്ക് വിഡ്രോ ചെയ്യാം. എന്നാൽ നിങ്ങളുടെ ATM കാർഡിന്റെ ഒരു ദിവസത്തെ വിഡ്രോവൽ പരിധി അതിൽ കൂടുതൽ സംഖ്യയാണെങ്കിൽ 20,000 രൂപ വീതം പല തവണകളായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഈ ATMൽ നിന്ന് വിഡ്രോ ചെയ്യാൻ
ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഫോണിൽ HDFCയുടെ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിലെ കാർഡ് സെക്ഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ATM കാർഡിന് ഒരു ദിവസത്തെ വിഡ്രോവൽ പരിധി 2 ലക്ഷം വരെ നിങ്ങൾക്ക് കൂട്ടിവെക്കാൻ സാധിക്കും. അങ്ങനെ 20,000 വീതം 10 തവണകളിലായിട്ട് ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ATMൽ നിന്ന് വിഡ്രോ ചെയ്യാം. അപ്പൊ ഞാനിവിടെ 10,000 രൂപയാണ് വിഡ്രോ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് സ്ക്രീനിന്റെ നേരെ താഴെയായിട്ട് ഈ കാണുന്നത് തന്നെയാണ് മെഷീനിന്റെ കീപാഡ്. അപ്പൊ ഈ കീപാഡിലാണ് നമ്മൾ ക്യാഷ് അതേപോലെ ATM കാർഡിന്റെ പിന്ന് പോലുള്ളവയൊക്കെ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇതിൽ ക്യാഷ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരികയാണെങ്കിൽ, അതായത് അധികം ക്യാഷോ അല്ലെങ്കിൽ കുറവ് ക്യാഷോ ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്തു പോയാൽ അത് നമുക്ക് തിരുത്താൻ സാധിക്കും. അതെങ്ങനെയെന്ന് ഞാൻ ആദ്യം കാണിക്കാം. അതിനുശേഷം 10,000 രൂപ വിഡ്രോ ചെയ്യാം. അപ്പൊ ഈ കീപാഡിൽ 0 മുതൽ 9 വരെയുള്ള നമ്പറുകളുണ്ട്. അപ്പൊ ഞാൻ 1-ൽ പ്രസ് ചെയ്യുന്നു, അടുത്തതായിട്ട് ഒരു 3 0 പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ കണ്ടില്ലേ 1000 എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് 500 രൂപയാണ് വേണ്ടതെന്ന് ഇരിക്കട്ടെ. പക്ഷെ ഞാൻ അറിയാതെ 1000 എന്ന് ടൈപ്പ് ചെയ്തു പോയി എന്ന് കരുതുക. പക്ഷെ ഇവിടെ ഞാൻ 1000 എന്ന് ടൈപ്പ് ചെയ്തു പോയെങ്കിലും അതെനിക്ക് തിരുത്താൻ സാധിക്കും. അതിനായിട്ട് ഈ കീപാഡിന്റെ വലതുവശത്തായിട്ട് ഒരു 4 ബട്ടണുകൾ ഇവിടെ കാണുന്നില്ലേ? അതിൽ ഏറ്റവും മുകളിലത്തെ ഈ ബട്ടൺ ക്ലിയർ എന്ന ബട്ടനാണ്. അപ്പൊ ഈ ക്ലിയറിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ നമ്മൾ തെറ്റായി ടൈപ്പ് ചെയ്ത ആ ക്യാഷ് മാഞ്ഞു പോകുന്നതാണ്. ഇനി ആ ക്ലിയർ എന്ന ബട്ടന്റെ നേരെ താഴെയായിട്ട് മറ്റൊരു ബട്ടൺ കൂടി ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. അത് ക്യാൻസൽ എന്ന ബട്ടനാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ATMൽ ഏതൊരു ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ആ ട്രാൻസാക്ഷന്റെ ഇടയ്ക്ക് വെച്ചിട്ട്, അതായത് അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ട്രാൻസാക്ഷൻ വേണ്ട, ഒഴിവാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ക്യാൻസൽ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ ക്യാൻസൽ ആവുകയും ATM കാർഡ് പുറത്തേക്ക് എടുക്കാനുള്ള നിർദ്ദേശം സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ATM കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. പക്ഷെ ട്രാൻസാക്ഷൻ വേണ്ട എന്ന് നമുക്ക് തോന്നുമ്പോൾ ക്യാൻസൽ ബട്ടണിൽ പ്രസ് ചെയ്യാതെ നേരെ പോയിട്ട് നമ്മൾ ATM കാർഡ് മെഷീനിൽ നിന്ന് വലിച്ചൂരാൻ ശ്രമിക്കരുത്. കാരണം കാർഡ് മെഷീനിൽ ലോക്കാണ്. അതുകൊണ്ട് ക്യാൻസൽ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ പൂർത്തിയാകുമ്പോഴോ സ്ക്രീനിൽ കാർഡ് പുറത്തേക്ക് എടുക്കാനുള്ള നിർദ്ദേശം കാണിക്കുമ്പോൾ മാത്രമേ കാർഡ് മെഷീനിൽ നിന്ന് അൺലോക്ക് ആവുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മൾ കാർഡ് പുറത്തേക്ക് എടുക്കാവൂ. അപ്പൊ അത് മനസ്സിലായില്ലേ? ഇനി ഞാൻ ആ ക്ലിയർ എന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് സ്ക്രീനിലുള്ള ആ 1000 ഞാൻ മായ്ച്ചു കളയുകയാണ്. ഇപ്പൊ കണ്ടില്ലേ, ക്ലിയറിൽ പ്രസ് ചെയ്തതും നേരത്തെ സ്ക്രീനിൽ ഉണ്ടായിരുന്ന 1000 ഇപ്പൊ അവിടെ കാണാനില്ല. ഇനി നമുക്ക് വീണ്ടും ശരിയായ സംഖ്യ കീപാഡിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതും മനസ്സിലായില്ലേ? ഇനി ഞാൻ കീപാഡിൽ 10,000 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ ഞാൻ ടൈപ്പ് ചെയ്ത 10,000 കാണിക്കുന്നുണ്ട്. ഇനി സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഇവിടെ കൺഫേം എന്നൊരു ബട്ടൺ കാണുന്നില്ലേ? അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ അടുത്തതായിട്ട് സ്ക്രീനിൽ ATM കാർഡിന്റെ പിന്ന് അഥവാ ആ 4 അക്ക പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് പിൻ നമ്പർ എന്ന് പറയില്ലേ? അത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ മെഷീനിന്റെ കീപാഡിൽ എന്റെ ATM കാർഡിന്റെ ആ 4 അക്ക പിന്ന് ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ അതും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട. മെഷീൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ക്യാഷിനെ ഇപ്പൊ കൗണ്ട് ചെയ്യും. അപ്പൊ ആ 10,000 രൂപയെ ഇപ്പൊ മെഷീൻ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അടുത്തതായിട്ട് സ്ക്രീനിൽ പ്ലീസ് കളക്ട് യുവർ കാർഡ് ആൻഡ് വെയിറ്റ് ഫോർ ദ ക്യാഷ് എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ATM കാർഡ് മെഷീനിൽ നിന്ന് ആദ്യം നമ്മൾ പുറത്തേക്ക് എടുക്കണം. അപ്പൊ ഞാൻ എന്റെ ATM കാർഡ് പുറത്തേക്ക് എടുക്കുന്നു. ഇനി നമ്മുടെ ക്യാഷ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ക്യാഷ് മൗത്ത് ഇതാണ്. കാർഡ് എടുത്തിട്ട് ചില സെക്കൻഡുകൾ വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ക്യാഷ് മൗത്ത് ഇതുപോലെ ഓപ്പൺ ആവുകയും നമ്മുടെ ക്യാഷ് ഇതുപോലെ പുറത്തേക്ക് വരികയും ചെയ്യും. അത് നമുക്ക് ഇതുപോലെ സ്വീകരിക്കാം. അത്രയേ ഉള്ളൂ. അങ്ങനെ ആ ട്രാൻസാക്ഷൻ പൂർത്തിയായി. ചില സമയങ്ങളിൽ നമ്മുടെ ATM കാർഡ് ഈ മെഷീനിൽ ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ വരുന്നതിന് പകരം സ്ക്രീനിൽ ഇങ്ങനെ 4 ഓപ്ഷനുകളാണ് കാണിക്കുക. അത് ചില സമയങ്ങളിൽ മാത്രമേ ഇങ്ങനെ വരാറുള്ളൂ. അപ്പൊ ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലുള്ള 3 ഓപ്ഷനുകളിൽ നടുവിലായിട്ടുള്ള വിഡ്രോ ക്യാഷ് എന്ന ഈ ഓപ്ഷനിൽ ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇനി വരുന്ന ഓപ്ഷനുകളൊക്കെ ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ വന്ന പോലെ തന്നെയാണ് വരിക. അതുകൊണ്ട് ഞാൻ അത് ഇവിടെ ചെയ്ത് കാണിച്ച് ആവർത്തിക്കുന്നില്ല. ഇനി അടുത്തതായിട്ട് HDFCയുടെ CDMൽ നമുക്ക് എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഇതാണ് HDFCയുടെ CDM അഥവാ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ. അപ്പൊ ഇതിലൂടെ നമ്മുടെ HDFC അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റും ചെയ്യാം. അതേപോലെ ആ അക്കൗണ്ടിലുള്ള ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇപ്പൊ ഈ സ്ക്രീനിന്റെ 2 വശങ്ങളിലുമായിട്ട് ഇവിടെ 4 ബട്ടണുകൾ വീതം കാണുന്നുണ്ടല്ലോ. അപ്പൊ സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകൾക്ക് നേരെ വരുന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഓപ്ഷനുകളെ സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ അതേസമയം ഈ സ്ക്രീനും ടച്ച് സ്ക്രീൻ തന്നെയാണ്. അപ്പൊ ഞാൻ ഇതിലും ടച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഓപ്ഷനുകളെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബട്ടണുകൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. ഈ മെഷീനിൽ നമ്മുടെ ATM കാർഡ് മെഷീനിൽ ഇൻസർട്ട് ചെയ്യേണ്ടത് സ്ക്രീനിന്റെ താഴെയായി കാണുന്ന ഈ ഭാഗത്തിലൂടെയാണ്. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ATM കാർഡ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ ഇൻസർട്ട് ചെയ്തിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കാർഡ് അവിടെ ലോക്കായി. ഇപ്പൊ സ്ക്രീനിൽ ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ 2 ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട്.
കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷോ ഹിന്ദിയോ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇംഗ്ലീഷ് തന്നെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആ ഇംഗ്ലീഷിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ 4 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള രണ്ടാമത്തെ ഓപ്ഷനാണ് ക്യാഷ് വിഡ്രോവൽ. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അടുത്തതായി അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്യാനായിട്ട് കറന്റ് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള ആ സേവിങ്സ് അക്കൗണ്ടിൽ ഞാൻ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് വേണ്ട ക്യാഷ് ടൈപ്പ് ചെയ്യാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഈ സ്ക്രീനിന്റെ താഴെ ഈ കാണുന്നതാണ് ഈ മെഷീനിന്റെ കീപാഡ്. ഈ കീപാഡിൽ നമ്മൾ നേരത്തെ കണ്ട ATMന്റെ കീപാഡിലുള്ള എല്ലാ ഓപ്ഷനുകളും തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിൽ 10,000 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ടൈപ്പ് ചെയ്ത ആ 10,000 സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ആ 10,000ത്തിന്റെ താഴെയായിട്ട് ഇവിടെ കറക്റ്റ് ഇൻകറക്റ്റ് തുടങ്ങിയ 2 ഓപ്ഷനുകളുണ്ട്. നമ്മൾ ക്യാഷ് തെറ്റിച്ചാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളതെങ്കിൽ കീപാഡിലുള്ള എൻ്റർ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കത് തിരുത്താമല്ലോ. അത് ഞാൻ നേരത്തെ കാണിച്ചുവല്ലോ. അപ്പൊ ആ എൻ്റർ ബട്ടന് പകരം ഇവിടെ സ്ക്രീനിലുള്ള ഈ ഇൻകറക്റ്റ് എന്ന ബട്ടൺ നമുക്ക് അതിനായിട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിന്റെ കീപാഡിലും എൻ്റർ ബട്ടൺ ഉണ്ട്, അതും നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഇവിടെ കറക്റ്റ് ആയിട്ടാണല്ലോ ടൈപ്പ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ആ കറക്റ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ എന്റെ ATM കാർഡിന്റെ പിന്ന് ടൈപ്പ് ചെയ്യാൻ കാണിക്കുന്നു. അപ്പൊ ഞാൻ കീപാഡിൽ പിന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പൊ മെഷീൻ ആ ക്യാഷ് കൗണ്ട് ചെയ്യുന്നു. ഒപ്പം സ്ക്രീനിൽ എന്റെ ATM കാർഡ് പുറത്തേക്ക് എടുക്കാൻ കാണിക്കുന്നു. അപ്പൊ ഞാൻ അത് പുറത്തേക്ക് എടുക്കുന്നു. അങ്ങനെ കാർഡ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ഈ മെഷീനിൽ ഈ ഭാഗത്തു കൂടെയാണ് പുറത്തേക്ക് വരിക. ഇതിന്റെ ക്യാഷ് മൗത്ത് ഇവിടെയാണുള്ളത്. അപ്പൊ ഇതിന്റെ ഈ ഷട്ടർ ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആകും. ഇപ്പൊ എന്റെ 10,000 രൂപ അതിനകത്ത് ഇവിടെ കാണുന്നുണ്ട്. അത് നമുക്ക് ഇതുപോലെ കൈയിട്ട് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ ആ ട്രാൻസാക്ഷൻ പൂർത്തിയായി. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.